നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്നാക്കുള്ളിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വിലക്കുറവിൻ്റെയും ഗുണമേന്മയുടെയും ഏറ്റവും വലിയ സ്ഥാപനമായ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിലാണ്. നമ്മുടെ പ്രഭാത് ജംഗ്ഷനിലുള്ള ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ എത്ര പേര് ഇന്നത്തെ എപ്പിസോഡിൽ പങ്കെടുക്കുന്നത് പറയാൻ പറ്റത്തില്ല. ചില സമയത്ത് നമ്മൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരുമിച്ചുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ലാസ്റ്റ് ടൈം അവർക്ക് ഒന്നുകൂടി നമ്മളൊരു ക്ലൂ കൊടുത്തിട്ട്, കാരണം നമുക്ക് സമ്മാനം എന്തായാലും കൊടുക്കണം. അതുകൊണ്ട് ചില സമയം നമ്മൾ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യാറുണ്ട്. അതായത് ഉത്തരത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്ലൂ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ചോദ്യത്തിനും ചിലപ്പോൾ അത്ര ആവശ്യം ഉണ്ടാവില്ല, കാരണം അത്രയും ലളിതമായിട്ടൊരു ചോദ്യമാണ് നമ്മൾ ചോദിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഉത്തരം പറയുന്ന വ്യക്തി കാത്തിരിക്കുന്നത് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം, കൂടാതെ നമ്മുടെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൽ നൽകുന്ന സമ്മാനമാണ്. പേര് പറയുന്നത്? എൻ്റെ പേര് കാർത്തിക. കാർത്തിക. അവിടെ സ്ഥലം എവിടെയാ? പാച്ചപ്പോയിക്കാണ്. കൂത്തുപറമ്പ് ഇവിടെ വരികയാണ്. അത് കൂത്തുപറമ്പ് നമ്മുടെ ഗ്രീൻസിലേക്ക് വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു ഇപ്പോൾ? ഞാൻ ഇവിടെ മാഗ്നസിൽ വർക്ക് ചെയ്യാണ്. എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത്? തുടങ്ങിയിട്ട് 2 months ആവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഡെയിലി പോയിട്ട് വരുമോ? ഡെയിലി പോയിട്ട്. എത്ര മണി ദിവസം കൊണ്ട് പോകും? ഞാനിപ്പോൾ 5:15 ആകുമ്പോൾ. എത്ര മണി അവിടെ എത്തും? 6:30 എത്തും. മോർണിംഗിൽ എത്ര മണിക്ക് ഇങ്ങോട്ട് വരും? ഞാനൊരു 9 മണിയാകുമ്പോൾ. 9 മണിക്ക് അവിടെ തൊട്ട് എത്ര മണിക്ക് ഇവിടെ എത്തും? ഇവിടെ 9:15. 9 മണിക്കൂട്ടല്ലോ. 9 മണിക്ക് ഇവിടെ തന്നെ എത്തും. ഞാൻ വീട്ടിൽ നിന്ന് 7:45. അതെ, ഏതാണ്ട് 3/4 മണിക്കൂർ 50 മിനിറ്റ് ഏതാണ്ട് വേണം അല്ലെ ഇവിടെ എത്തണമെങ്കിൽ. ഓക്കെ. ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവരുമോ? വീട്ടിൽ നിന്ന് കൊണ്ടുവരും. എല്ലാത്തും പുറത്തുനിന്ന് കഴിക്കാം. പുറത്ത് ഏറ്റവും ഇഷ്ടം വീട്ടിൽ നിന്ന് കഴിക്കാനാണോ അല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിക്കാനാണോ? വീട്ടിൽ നിന്ന് കഴിക്കാനോ? അതാണ്. വീട്ടിൽ നിന്ന് അമ്മ വെച്ച് തരുന്ന ഭക്ഷണം നമുക്ക് വിശ്വാസത്തോടു കൂടി കഴിക്കാം. എന്നിട്ട് പുറത്തുള്ള ഭക്ഷണം മോശം എന്നല്ല പറയുന്നത്, നമുക്ക് കുറച്ചുകൂടി നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവും അല്ലേ? പിന്നെ വേറെ ഹോബീസ് ഒക്കെ എന്താ? ടി വി കാണലാണ്. ഇപ്പം ഇവിടെ നിന്ന് ഓടിപ്പോയ ഒരാളുണ്ട്, അവർ ഇവിടെയോ ഉണ്ട്. അവരുടെ പേരെന്താ? കാവ്യ. കാവ്യയോട് താമസിക്കുന്ന എവിടെയാ? മുണ്ടമൊട്ടയാണ്. ഓക്കെ. അപ്പം കാവ്യയും കാർത്തികയും കൂടി എന്താ ചോക്ലേറ്റ് എടുക്കാൻ വന്നാ? ആർക്ക് കൊടുക്കാനാ? കഴിക്കാനാണ്. ഇപ്പൊ ചോക്ലേറ്റ്, ഈ ചോക്ലേറ്റ് കഴിച്ചാണ്ടാകുന്നൊരു ഗുണം എന്താ? സൗന്ദര്യം വർദ്ധിക്കും, അങ്ങനെ ഗുണമുണ്ടോ? എന്തൊക്കെയാണ്? പിന്നെന്താ? ഇഷ്ടം കൊണ്ട് കഴിക്കുന്നതാണ്. അപ്പോൾ ഓരോ നമ്മൾ സ്വീറ്റ്സ് ആയി കഴിഞ്ഞാലും മറ്റെന്ത് കഴിഞ്ഞാലും ഓരോ സാധനത്തിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്നെ കണ്ട ഉടൻ തന്നെ കാർത്തിക അല്ലേ ഓടിയാണ്? കാവ്യ ഓടി. കുഴപ്പമില്ല, അല്ല കേൾക്കുന്നുണ്ട്, അവിടെ തന്നെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാം. ചോക്ലേറ്റ് തന്നെ പല പേരിൽ, പല വെയിറ്റിൽ, പല പൈസയിലുള്ള സംഭവം അല്ലേ? പല റേറ്റ് ഉണ്ടാവും സംഭവത്തിൽ. അപ്പോൾ നമ്മൾക്ക് ആ സാമ്പത്തികം നോക്കിയിട്ടായിരിക്കും നമ്മൾ ചെറുതോ വലുതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ടേസ്റ്റ്, കമ്പനിയുടെ നമുക്ക് ഇഷ്ടമുള്ള കമ്പനിയൊക്കെയാണ് നോക്കും അല്ലേ? അപ്പോൾ എൻ്റെ ചോദ്യമാണ്, ഓരോ ചോക്ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇനി ഫുഡ് ഐറ്റം അല്ലെങ്കിൽ മാത്രമല്ല ഇനി ഏത് സാധനം നമ്മൾ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളതിന് പൈസ കൊടുക്കണം, വേണ്ടേ? കാശ് കൊടുക്കണം. എന്നാൽ പേരിൽ തന്നെ കാശുള്ള ഭക്ഷണ സാധനം അപ്പോൾ ഓക്കെ, കാണാം. താങ്ക് യു. ഹലോ, ഗുഡ് ഈവനിങ്. എന്താ പേര്? കാർമൽ. അത് വെറൈറ്റി പേരാണോ? എന്താ അതിന്റെ അർത്ഥം? കാർമൽ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന പൂന്തോട്ടം. ഈ കാർമൽ ഏത് ഭാഷയാണ് കാർമൽ എന്നുള്ളത്? കാർമൽ ഞാൻ ഒരു വെറൈറ്റി പേരാണ് കേട്ടോ, കാർമൽ. സ്വന്തം സ്ഥലം എവിടെ? കാർമലിന്റെ വർണ്ണശ്ശേരിയാണ്. എന്താ വർക്ക് ചെയ്യുന്നുണ്ടോ? എന്താ ചെയ്യുന്നത്? പഠിക്കുന്നു. എവിടെ പഠിക്കുന്നത്? സെന്റ് തെരേസാസ് ആംഗ്ലോ ഹയർ സെക്കൻഡറി സ്കൂൾ പഠിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഇപ്പൊ ഒറ്റക്കാണ് ഇവിടെ വന്നേ? അമ്മയുണ്ട്. അമ്മ ഇവിടെ എവിടെയോ ഉണ്ട്. ഓക്കെ. പാട്ട് പാടാറുണ്ടോ? എത്ര മണിക്കാ? ഇപ്പൊ കുർബാന തുടങ്ങി 4:30. 4:30. പെട്ടെന്ന് പോകണം. ഓക്കെ. ഞാൻ പെട്ടെന്ന് ചെറിയ ചോദ്യം ചോദിച്ചു വിടുന്നു പോയെ. അപ്പൊ ഇപ്പം ചോക്ലേറ്റ് ആണ് എടുക്കാൻ വന്നേ? ഓക്കെ. ആർക്ക് കൊടുക്കാനാ? എനിക്ക് അത് സ്റ്റേറ്റ് കലോത്സവം ഉണ്ട് മറ്റന്നാളെ, ബാൻഡ് മേളം തൃശ്ശൂര്. അപ്പം ബാൻഡ് മേളത്തിന് കണ്ണൂരിനെ പ്രതീക്ഷിച്ചിട്ട് പോകുന്നത് നിങ്ങൾ അല്ലേ? എപ്പോഴാ പോകുന്നത്? നമ്മൾ നാളെ മോർണിംഗ് പോകും. എപ്പോഴാണ് നിങ്ങളുടെ മത്സരം ഇപ്പം നടക്കുന്നത്? 15-ാം തീയതി രാവിലെ 9:30 മണിക്ക്. അഡ്വാൻസ് ആയിട്ട് എല്ലാവിധ ഭാഗങ്ങളും കണ്ണൂരിലേക്ക് സമ്മാനമായിട്ട് വരണം കേട്ടോ. ഓക്കെ. അപ്പോൾ ചെറിയൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഏത് ഭക്ഷണ സാധനം എടുക്കുമ്പോൾ അതിന് പൈസ കൊടുക്കണം അല്ലേ? അപ്പോൾ എൻ്റെ ചോദ്യമാണ്, പേരിൽ തന്നെ പൈസയുള്ള ഭക്ഷണ സാധനം ഏതാണ്? തിരക്കായതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഹലോ മാഡം, ഗുഡ് ഈവനിങ്. ചോക്ലേറ്റ് സെലക്ട് ചെയ്തോ? ഓക്കെ. അപ്പോൾ എങ്ങനെയുള്ള ചോക്ലേറ്റ് കഴിക്കുന്നത്? കൂടുതൽ അതായത് ചോക്ലേറ്റിനുള്ളിൽ നമ്മൾ നല്ല ക്രീമൊക്കെ ഉള്ള ചോക്ലേറ്റ് ആണോ അല്ലെങ്കിൽ എങ്ങനെ ക്രിസ്പി ആയിട്ടുള്ളതാണോ? എങ്ങനെയുള്ളതാണ് കഴിക്കാറ്?
കഴിക്കാം. ഓക്കെ. ഡെയിലി ചോക്ലേറ്റ് കഴിക്കുമോ? ഇല്ല. ഇതിപ്പോ നിങ്ങൾക്ക് കഴിക്കാനോ വേറെ കൊടുക്കാനോ വാങ്ങിച്ചാണോ? ഇത് മോൾക്ക് കൊടുക്കാൻ വേണ്ടി നോക്കുന്നു. ഓക്കെ. നിങ്ങളുടെ പേരെന്താ? പ്രിയ. പ്രിയ. സ്വന്തം സ്ഥലം? ഷൊർണൂരാണ്. ഷൊർണൂര്. പട്ടാമ്പി കഴിഞ്ഞിട്ട് ഷൊർണൂർ. പട്ടാമ്പി എത്തണ്ട. പട്ടാമ്പി എത്തണ്ട. പട്ടാമ്പി കഴിഞ്ഞ് കണ്ണൂരിൽ നിന്ന് പോകുമ്പോൾ പട്ടാമ്പി കഴിഞ്ഞിട്ട് ഷൊർണൂർ. അപ്പം ഷൊർണൂരിൽ എവിടെയാ? റെയിൽവേ സ്റ്റേഷനൊക്കെ അടുത്താണോ അല്ല ഉള്ളോട്ടാണോ? റെയിൽവേ സ്റ്റേഷനൊക്കെ അടുത്തായിട്ടാണ്. അപ്പം ഇവിടെ എന്താ ജോലി ചെയ്യുന്നത്? സെന്റ് റീസാസിൽ. സെന്റ് ജോസഫിൽ അധ്യാപികയായിട്ട് വരികയാണ്. എത്ര വർഷമായിട്ട്? ഇല്ല, ഇപ്പൊ ഈ വർഷം വന്നിട്ടേ ഉള്ളൂ. അപ്പൊ ഫാമിലി ഇപ്പൊ ഇവിടെ ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത്? ഇല്ല, ഞാൻ മാത്രമേ ഇങ്ങോട്ട് വന്നിട്ടില്ല. എങ്ങനെയുണ്ട് ഈ വർഷം കണ്ണൂർ എങ്ങനെയുണ്ട്? നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഞാൻ ഒരുപാട് തവണ നമ്മൾ ഷൊർണൂർ പിന്നെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മുടെ ജഗതി ചേട്ടനൊക്കെ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഷൊർണൂരൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് തവണ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ വളരെ സന്തോഷം. ഷൊർണൂരാണ് മാഡം. ഇപ്പം നമ്മുടെ ടീച്ചറായിട്ട് കണ്ണൂർ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ വന്നിട്ട് എത്ര മാസമായി? ഞാനിപ്പോൾ ഒരു 4-5 മാസമായിട്ട്. 4 മാസമായിട്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ചെറിയതിലും വന്നാൽ പരിചയപ്പെട്ട വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ചെറിയൊരു ചോദ്യമാണ്. നമ്മുടെ കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രോഗ്രാമാണ് കൊസാക്കൂൾ എന്ന പ്രോഗ്രാമിൻ്റെ പേര്. ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ. ഉത്തരം പറയുകയാണെങ്കിൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം, അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമാണ്. ഇതിൻ്റെ ഉത്തരം ഗ്രീൻ സൈപ്പർ മാർക്കറ്റിലുണ്ട്. ഓക്കെ. ചോദ്യം വെച്ചാൽ നമ്മളിപ്പം ഇവിടുന്ന് ഏത് പ്രോഡക്റ്റ് എടുത്താലും നമ്മളതിന് പൈസ കൊടുക്കണം. ഏതിനും എന്തായാലും അത് കുറച്ച് വാല്യൂ കൂടുതലുണ്ടാവും, കുറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ ചോദ്യം, പേരിൽ തന്നെ പൈസ ഇല്ല പിന്നെ ഭക്ഷണ സാധനം ഏതാണ്? സന്തോഷം കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പോൾ ഒരു മോള് ടീം കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വാ. ഓക്കെ. മോളുടെ പേരെന്ത്? നിതാര. വീട്ടിൽ നിന്ന് എന്താ വിളിക്കുന്നത്? നിതാര. വേറെ പേരൊന്നും വിളിക്കൂല? നിതാര എന്താ പൊന്നു ഒന്നും അങ്ങനെ പോലെ വിളിക്കുമോ? നിതാര കുട്ടി എവിടെ, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? വാര യു പി സ്കൂൾ. എത്ര ക്ലാസ്സില്? 5ാം ക്ലാസ് പഠിക്കുകയാണ്. അപ്പൊ ഇപ്പൊ ഇവിടെ ആരൊക്കെ മോളുടെ കൂടെ വന്നേ? അച്ഛനും. അമ്മമ്മയുടെ പേരെന്താ? പ്രസന്ന. അമ്മയുടെ പേരെന്താ? അച്ഛന്റെ പേരെന്താ? അച്ഛൻ എന്താ ചെയ്യുന്ന ജോലി? അത് ശരി. അമ്മ ജോലി ചെയ്യുന്നുണ്ടോ? എന്താ? എവിടെയാ? അത് ശരി. അമ്മമ്മ എന്ത് ചെയ്യുന്നു? റിട്ടയർഡ് ടീച്ചറാണ്. അടിപൊളി. കാരണം നമ്മള് പിന്നെ നമ്മള് കുട്ടികളായാലും നമ്മള് വീട്ടിലെ നമ്മുടെ രക്ഷിതാക്കളുടെ കാര്യങ്ങൾ എല്ലാം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അക്കാര്യത്തിൽ മോളിറ്റി സ്മാർട്ട്. കൊടുകൈ പാട്ട് പാടുവാ? രണ്ടുപേരും പഠിക്കും? ഇല്ല. ഓക്കെ. സാറിന്റെ പേരെന്താണ്? ശ്രീകുമാർ. ഓക്കെ. സ്വന്തം വാരത്തന്നെ താമസം? സ്വന്തം സ്ഥലം വാരമാണോ? വാരമാണ്. ഇപ്പം പിന്നെ ഏത് മോൾ പറഞ്ഞു മറന്നു? ഏതാ മേഖല? സ്റ്റാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ്. അവിടെയാ? അത് എൻ്റെ ഓഫീസൊക്കെ എവിടെയാണ്? കണ്ണൂർ തന്നെയാണ്. ഇപ്പം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പം മോളിപ്പം വാര സ്കൂളിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം ആരുടെ കൂടെ ഇങ്ങോട്ട് വന്ന മോള്? ഞാൻ കൂട്ടി സ്കൂളിൽ കഴിയുമ്പോൾ സാർ അത് ശരി. പി ടി എ മീറ്റിംഗ് കൊണ്ട് എല്ലാവരും കൂടി പോയി? അത് ശരി. പി ടി എ മീറ്റിംഗ് കഴിഞ്ഞുകൊണ്ട് തന്നെ സ്കൂൾ വിട്ടോ? അപ്പൊ ഇനി എന്താ? ഇപ്പൊ നമ്മളിവിടെ ഗ്രീൻസിൽ വന്നിട്ടുണ്ട്. സാധനങ്ങൾ വാങ്ങിച്ചു വരുമ്പോൾ അച്ഛനോടും അമ്മയോടും അമ്മമ്മയോട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് മോക്ക് വാങ്ങിച്ചു തരാൻ വേണ്ടി പറയുന്നുണ്ടോ? ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല. ശരി. അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യമാണ്, ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം പറയുകയാണെങ്കിൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട്, ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമുണ്ട്. ഇതിൻ്റെ ആൻസർ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഈ ഏരിയയിലല്ല, ഫുഡിൻ്റെ ഒരു ഏരിയയിലുണ്ട്. ഫുഡിൻ്റെ ഏരിയ എന്ന് പറയുന്നില്ല, നമ്മുടെ ബില്ലിംഗ് സെക്ഷൻ്റെ ഏരിയയിലുണ്ടെന്ന് പറയാം. അതാണ് കറക്റ്റ് പറയുന്നത്. ഇപ്പോൾ ചോദിച്ചാൽ നമ്മൾ ഗ്രീൻസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് ഗ്രീൻസിൽ മാത്രം നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിന് അതിൻ്റെ പൈസ കൊടുക്കണം. ഇപ്പോൾ ചില സമയത്ത് ഓഫറുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗ്രീൻസിൽ ഇപ്പം 14-ാം തീയതി ജനുവരി 14 മുതൽ 22 വരെ ഓഫറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എല്ലാ പ്രൊഡക്റ്റിനും അതിൻ്റേതൊരു ചെറിയ വില കുറവുണ്ടാവും അല്ലേ? എന്നാൽ നമ്മൾ പൈസ കൊടുക്കണം, കാശ് കൊടുക്കണം. അപ്പോൾ എൻ്റെ ചോദ്യം, പേരിൽ തന്നെ കാശുള്ള അല്ലെങ്കിൽ പൈസയുള്ള ഭക്ഷണ സാധനം ഏതാണ്? അറിയില്ല. മോട്ടി, പേരിൽ തന്നെ കാശുള്ള അല്ലെങ്കിൽ പണമുള്ള ഭക്ഷണ സാധനം ഏത്? പറ്റില്ല. അപ്പോൾ എന്തായാലും നോക്കട്ടെ, ഞാൻ ഒരു ടീമോട് കൂടി നോക്കും. എന്നിട്ടില്ലെങ്കിൽ ഞാനൊരു ക്ലൂ തന്നിട്ട് മോൾക്ക് തരാം കേട്ടോ. നോക്കട്ടെ. ഓക്കെ സാർ. ഓക്കെ. യെസ്. ചോക്ലേറ്റ്സ്. ഓക്കെ. മൂന്ന് സഹോദരിമാർ. റെഡി?
ആദ്യം സൗദിയുടെ പേര് ഫാത്തിമ. ഫാത്തിമ. എന്ത് ഫാത്തിമയാണ്? ഫാത്തിമ സഹീദ്. ഓക്കെ, എവിടെ സ്ഥലം എവിടെയാ? അഴീക്കോട്. അഴീക്കോട്. ആ, പേര്? ശിവാനി. ശിവാനിയുടെ സ്ഥലം? കുറുവ. കുറുവ. ആ, പേര്? റഹ്ന സലാം. റഹ്ന സലാം. സ്ഥലം? ഉരുവച്ചാല്. ഉരുവച്ചാല്. ഉരുവച്ചാൽ എന്ന് പറയുമ്പോൾ എവിടെ ഇട്ടൊരു താഴ്ചവ. താഴച്ചോ ഉരുവച്ചാല്, അഴീക്കോട്, കുറുവ, നിങ്ങൾ അഴീക്കോട്. ഓക്കെ, മൂന്നുപേർ പഠിക്കുന്ന എവിടെയാ? സബ്സ്റ്റേജിലാണ്. പിന്നെ ഇപ്പം എന്താ പഠിക്കുന്നത് ഇപ്പോൾ? ബികോം ആണ്. ഓക്കെ, ഈ ബികോം പഠിച്ചാൽ ഗുണം എന്താ? അക്കൗണ്ടന്റ് ആവാം. ഈ അക്കൗണ്ടന്റ് ആയിക്കഴിഞ്ഞാൽ എവിടെ ആയിരിക്കും നിങ്ങൾ ജോലി ചെയ്യുക? കണ്ണൂരാണോ? കണ്ണൂരിന് പുറത്താണോ? ഇന്ത്യക്ക് പുറത്താണോ? എങ്ങനെയാ? ഇന്ത്യക്ക് പുറത്ത്. എവിടെ? ഇന്ത്യക്ക് പുറത്ത് എവിടെ? ദുബായ്, ദുബായ്. ഒരുപാട് സ്ഥലമുണ്ട്. അതിൽ പറയും ഒന്ന് ലണ്ടൻ. ലണ്ടൻ, ദുബായ്. എവിടെ? ഖത്തർ. ചുരുക്കി പറഞ്ഞാൽ കണ്ണൂരൊന്നും ഒരു അക്കൗണ്ടിനും കിട്ടൂല കേട്ടാ. എല്ലാവരും പഠിച്ചിട്ട് എല്ലാവരും നേരെ ഇവിടെ പഠിക്കും, നേരെ എല്ലാവരും അങ്ങോട്ടേക്ക് ഖത്തറിലൊക്കെ പോകേണ്ട പരിപാടിയാണ്. നല്ല കാര്യം. വേറെ എന്താണ് ഹോബീസൊക്കെ? എന്താ? പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, ചിത്രം വരയ്ക്കുക, ഫുഡ് ഉണ്ടാക്കുക, എന്തെങ്കിലും? ഒന്നുമില്ല. വീട്ടുകാർ വെച്ച് തരുന്നത് നന്നായിട്ട് കഴിക്കുക, അതാണ്. അത് നല്ല ആത്മാർത്ഥത്തോടെ കഴിക്കുക. യെസ്. ഇവിടെ എന്താണ്? ഡാൻസ് ചെയ്യും. ക്ലാസ്സിലായിട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഈ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ ഡാൻസ് കളിക്കാൻ പറയുന്നില്ല. സ്റ്റേജിൽ കളിക്കാറുണ്ടോ? കളിക്കാറുണ്ട്. സ്റ്റേജിലൊക്കെ നാട്ടു പരിപാടി കളിക്കാറുണ്ട്. ഓക്കെ. ആ, എന്താ ഹോബീസ്? എന്നാലും ഫുഡിൻ്റെ ഐറ്റം ആണ്. ശരി, ഇന്ന് എന്താ കഴിച്ചത്? ഇന്ന് രാവിലെ എന്താ കഴിച്ചത്? വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇന്ന് രാവിലെ സ്കൂളിലോട്ട് പുറപ്പെടുന്ന സമയത്ത് എന്താ കഴിച്ചത്? ഞാൻ പലപ്പോഴും അല്ല എന്താ ഞാൻ നമ്മൾ അല്ല പല കുട്ടികളും നമ്മുടെ സ്റ്റുഡൻസ് ഈ രാവിലെ നമ്മൾ പറയാറുണ്ട്, രാവിലെ രാജാവിനെ പോലെ കഴിക്കുക, നന്നായിട്ട് മിഷ്ടാനം കഴിക്കുക, ഉച്ചക്ക് മിതമായി കഴിക്കുക, രാത്രി ഭിക്ഷാടകനെ പോലെ കുറച്ച് മാത്രം കഴിക്കുക എന്ന് പറഞ്ഞു. പക്ഷേ പഠിക്കുന്ന കുട്ടികൾ ഒട്ടുമിക്ക കുട്ടികളും രാവിലെ ഒന്നും കഴിക്കില്ല. എന്താ കുട്ടികളെ കഴിക്കാത്തത്? ഛർദിക്കുന്നുണ്ട്. അല്ല, അത് നമുക്ക് അങ്ങനെ തോന്നുന്നല്ലേ? ഇവിടെ അങ്ങോട്ട് എത്തണ്ട, അതുകൊണ്ട് കഴിക്കില്ലല്ലോ. അപ്പൊ എന്തായാലും അറിയോ, നമ്മള് ഛർദിക്കലൊന്നും വിചാരിക്കണ്ട, ഭക്ഷണം തട്ടുക, ഒന്നും നോക്കണ്ട. ഭക്ഷണത്തിൽ ഒരു കോംപ്രമൈസും പാടില്ല, അല്ലേ? അപ്പം എനിക്ക് ചോദ്യം ചോദിക്കാൻ വേണ്ടി, പാട്ട് പാടുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ചെറിയ ചോദ്യം. അപ്പം നിങ്ങളിപ്പം എന്താണ് പിന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി? ചോക്ലേറ്റ്. ആ, ആർക്കെങ്കിലും കൊടുക്കാനാണോ? നിങ്ങൾക്ക് തന്നെ തട്ടാനാണോ? നിങ്ങൾക്ക് തന്നെ തട്ടാൻ വേണ്ടിയാ? ഓക്കെ, ചോദ്യമാണ്, നമ്മൾ ഏത് പ്രൊഡക്റ്റിനും നമ്മൾ കാശ് കൊടുക്കണം വാങ്ങിക്കുമ്പോൾ. അത് ചിലപ്പം കാശ് പല ബ്രാൻഡിനുണ്ടാവും. ചില ബ്രാൻഡിൻ്റെത് നല്ല പൈസ ഉണ്ടാവും, ചില ബ്രാൻഡിൻ്റെ പൈസ കുറയും. ഗ്രാം കൂടുന്നതനുസരിച്ച് ചോക്ലേറ്റിന് വില കൂടും, ഗ്രാം കൂടുന്നതനുസരിച്ച് വില കുറയും ചെയ്യും. എന്നിട്ട് നമ്മൾ കാശ് കൊടുക്കണം, എല്ലാ പ്രൊഡക്റ്റിനും കാശ് കൊടുക്കണം. എൻ്റെ ചോദ്യമാണ്, ഉത്തരം ഇവിടെ തന്നെയുണ്ട്. നമ്മുടെ ഗ്രീൻ സൈബർ മാർക്കറ്റിൻ്റെ ബില്ലിംഗ് സെക്ഷൻ്റെ അടുത്ത് തന്നെ ഉത്തരമുണ്ട്. പേരിൽ തന്നെ പണമുള്ള ഭക്ഷണ സാധനം ഏത്? പേരിൻ്റെ തുടക്കം തന്നെ പണമുണ്ട്. പേരിൻ്റെ തുടക്കം തന്നെ പണമുണ്ട്. പേരിൻ്റെ തുടക്കം തന്നെ പണമുണ്ട്. ഭക്ഷണ സാധനമാണ്. ഇത് കേരളത്തിൽ നിന്നുണ്ടാകുന്നുണ്ട്, പിന്നെ വിദേശത്ത് വരുമ്പോൾ ആൾക്കാർ കൊണ്ടുവരാറുണ്ട്. ഗ്രീൻ സൈബർ മാർക്കറ്റിൻ്റെ ബില്ലിംഗ് സെക്ഷൻ അടുത്ത് തന്നെയുണ്ട്. മസാല ഉള്ളതുണ്ട്, മസാല ഇല്ലാത്തതുണ്ട്. മണിക്കടലല്ല. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ ചേർക്കും പായസത്തിൽ ചേർക്കുന്ന മുട്ടായി. അല്ല, എവിടെ ഗ്രീൻസിന്റെ ബിൽഡിങ്സ് പഞ്ചസാരയിൽ പിന്നെ ഇതില്ല, കാശില്ലല്ലോ, പണമില്ലല്ലോ. പേരിനെ തുടക്കുന്നതിന് പണം. ആര് നട്ട്? ആര് നട്ട്? എന്ത് നട്ട്? അതിൽ പണമുണ്ടോ? അത് പിന്നെ ഇത് ഫ്രൈ ആയിട്ടുള്ളതാണോ അല്ലെ ഫ്രൈ ഇല്ലാത്തതാണോ? മസാല ഉള്ളതാണോ മസാല ഇല്ലാത്തതാണോ? ഗൾഫിൽ കൊണ്ടുവരും. ഇവിടെ ഉണ്ടോ? ഉപ്പിട്ടതുണ്ട്, ഉപ്പിലിടുന്നൊക്കെ ഉണ്ട് എന്ന് പറയുന്നത്. ഇത് ആരാ പറഞ്ഞെന്ന് ഇപ്പം പെട്ടെന്ന് നോക്കണം? മൈൻഡ് ഇവിടെ കറങ്ങി കളിക്കുന്നുണ്ട്. മൈൻഡ്, ആ മൈൻഡ് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്ന് അങ്ങനെ കിട്ടിയതാണെന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാം ഉത്തരം കറക്റ്റാണ്.
ക്യാഷ് നെറ്റാണ് കറക്റ്റ് ആൻസർ. കാരണം ക്യാഷ് എന്ന് പറയുമ്പോൾ അതിൻ്റെ തുടക്കം തന്നെ ക്യാഷ് ഉണ്ട്. ക്യാഷ് മീൻസ് കാശ്, പണം എന്നൊക്കെ പറയും. എന്തായാലും ഉത്തരം പറഞ്ഞ 3 സഹോദരിമാരാണ്. അപ്പോൾ ഞാൻ സമ്മാനം അവിടെ ഏൽപ്പിക്കുകയാണ്. ഓക്കെ, ഇത് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വീതിച്ചെടുക്കാം, കുഴപ്പമില്ല കേട്ടോ. അത് നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനം, പിടിച്ചോളൂ. പിന്നെ നമ്മുടെ ഗ്രീൻ സൈബർ മാർക്കറ്റ് നൽകുന്ന സമ്മാനം. പിന്നെ 3 ആൾക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പെഷ്യൽ ഗ്രീൻസിൻ്റെ ചോക്ലേറ്റ് കൂടി തരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ചോക്ലേറ്റ് വാങ്ങാൻ മറക്കല്ലേ. ഓക്കെ, അപ്പം പായസത്തിൽ ചേർക്കുന്ന മുട്ടായി ഏതാ? അത് ക്യാഷ്. അപ്പോൾ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു കാണാം. ഓക്കെ, യെസ്, ഓക്കെ. അപ്പം ജനുവരി 14 മുതൽ ജനുവരി 22 വരെയാണ് ഓഫർ ഉള്ളത്. അപ്പോൾ എല്ലാവരും വരിക, വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹാപ്പിനെസ് ആയിട്ടിരിക്കുക. പുതിയ ചോദ്യമായിട്ട് അടുത്ത തീയതി കാണാം.